നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭർത്താക്കന്മാർ ഭാര്യമാരെ പീഡിപ്പിക്കുന്ന, പിച്ച് ചീന്തുന്ന വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ദൃശ്യങ്ങൾ കണ്ട് നടുങ്ങിയിട്ടുണ്ട്, കൊലപാതകങ്ങൾ കേട്ട് വിറച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഇത് നേരെ തിരിച്ചു സംഭവിച്ചാലോ? അതിക്രൂരമായി കൊല്ലാകൊല ചെയ്യിപ്പിക്കുന്ന ഭാര്യ, അത് കണ്ട് മിണ്ടാൻ പോലും പറ്റാതെ നിൽക്കുന്ന നിസ്സഹായനായി നിന്നു പോകുന്ന ഭർത്താവ്. ഇവനൊരാണില്ലേ? ഇവനൊരു അടി അവർക്ക് വെച്ച് കൊടുത്തൂടെ എന്ന് പലരും ചോദിക്കാറുമുണ്ട് ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ. പക്ഷേ ചിലർ വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാകാം. വേണ്ട, ഒരു അടി എൻ്റെ കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ ഒരു പക്ഷെ വീണ് മരിക്കാൻ പോലും ഇടയാകും, അത് വേണ്ട എന്ന് പറയുന്ന പല പുരുഷന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ സമാനമായ രീതിയിൽ ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കണ്ട് നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് വീഡിയോകൾ വരുന്നത്. സ്വന്തം വീടുകളിൽ സ്ത്രീകൾക്ക് നേരിടുന്ന ഗാർഹിക പീഡനങ്ങളെക്കുറിച്ച് ലോകമെങ്ങും വലിയ ചർച്ചകൾ നടത്താറുണ്ടെങ്കിലും പുരുഷന്മാർ അനുഭവിക്കുന്ന സമാനമായ അതിക്രമങ്ങൾ പലപ്പോഴും നിശബ്ദമാക്കപ്പെടാറാണുള്ളത്. ഭാര്യമാരിൽ നിന്ന് നിരന്തരമായി ശാരീരിക പീഡനം ഏറ്റുവാങ്ങുന്ന ഒരു യുവാവിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടുകൂടി ഈ വിഷയം വീണ്ടും സജീവ ചർച്ചയായിരിക്കുകയാണ്. 2 വർഷം നീണ്ട പീഡനങ്ങൾക്കൊടുവിൽ യുവാവ് ലാപ്ടോപ്പിൽ രഹസ്യമായി റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിശാൽ എന്ന വിശാൽ എന്ന ട്വിറ്റർ അക്കൗണ്ട് വഴിയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഭാര്യ യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് വ്യക്തമാണ്. ഷർട്ടിന് കുത്തിപ്പിടിച്ച വലിക്കുന്നതും തലമുടിയിൽ പിടിച്ചു വലിച്ച മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. മിക്കവാറും സമയങ്ങളിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഭാര്യ യുവാവിനെ തലയ്ക്കും മറ്റും അടിക്കുന്നുമുണ്ട്. മർദ്ദനം സഹിക്കവയ്യാതെ യുവാവ് ഇടയ്ക്ക് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീഡിയോയിലുടനീളം ഇയാൾ മർദ്ദനം ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വിവാഹത്തിന് മുൻപ് 2 തവണ ആലോചിക്കുക എന്ന കുറിപ്പോട് കൂടിയാണ് ഈ വീഡിയോ പങ്കുവെക്കപ്പെട്ടിരിക്കുന്നത്. വീഡിയോ വൈറലായതോടുകൂടി പുരുഷന്മാരുടെ സുരക്ഷയെയും അവർ നേരിടുന്ന ഗാർഹിക പീഡനങ്ങളെയും കുറിച്ച് വലിയ രീതിയിലുള്ള സംവാദങ്ങൾ സൈബറിടങ്ങളിൽ നടക്കുന്നുമുണ്ട്. യുവാവിനോട് ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകാനും വിവാഹമോചനത്തിന് തയ്യാറാകുവാനും ഇവർ ഉപദേശിക്കുന്നുണ്ട്. നിയമവ്യവസ്ഥകൾ പലപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമാണെന്നും പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാരെ സംരക്ഷിക്കാൻ കൃത്യമായ നിയമങ്ങളില്ലെന്നും ചിലർ ചൂണ്ടിക്കാട്ടി. ലിംഗഭേദമന്യേ ഏതൊരു വ്യക്തിയും സ്വന്തം വീട്ടിൽ സുരക്ഷിതരായിരിക്കണമെന്നും ആക്രമണങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് ചോദ്യം ചെയ്യപ്പെടണമെന്നും അഭിപ്രായമാണ് ഭൂരിഭാഗം പേരും പങ്കുവെക്കുന്നത്. ഇവിടെ 2 തരത്തിലുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. അതായത് ഭാര്യയെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഇയാളും തല്ലിച്ചതച്ചിട്ടുണ്ടാകാം. ഒരു പോയിന്റ് കഴിഞ്ഞ് പ്രകോപിതയായ ഭാര്യ ഒരുപക്ഷെ തല്ലുന്നതായിരിക്കാം. അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അയാൾ തിരിച്ചൊന്നും ചെയ്യാത്തത് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഇത് 2 വർഷമായി നിരന്തരം ഇയാൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഗതികെട്ടാണ് ഇയാൾ ദൃശ്യങ്ങൾ പകർത്തിയത് എന്ന് പറയുന്നവരുമുണ്ട്. സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ, പുരുഷന്മാർക്കും ഇവിടെ ചോദ്യം ചോദിക്കാനും നിയമത്തിന് മുന്നിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലല്ലോ. അപ്പോൾ പിന്നെ സ്ത്രീകൾ ഉപദ്രവിച്ചാലും അല്ലെങ്കിൽ ആ സ്ത്രീ എടുത്തൊരു കത്തിയെടുത്ത് കുത്തിക്കഴിഞ്ഞാൽ പുരുഷനായതുകൊണ്ട് മരിക്കാതെ പോവുകയില്ലല്ലോ. അപ്പോൾ ജീവന ഭീഷണി ഉണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും ഈ ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം?